ഓമനപ്പുഴക്കടപ്പുറത്തിൽ ഓമനെ പൊന്നോമനെ ഈ നല്ല മുഖം വാടിയെടുത്തിങ്ങനെ അല്ലല്ല അവള് പറഞ്ഞത്. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് അവരെ മുമ്പ് കളിക്കണത്? എന്തു പറ്റി ചേട്ടാ? ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലില്ല. എന്തിന്? ചികിത്സിക്കാൻ. എന്ത് പ്രാന്തൊക്കെ ആയിട്ടേ കാണിക്കുന്നേ? എനിക്ക് പ്രാന്തൊന്നുമില്ല. ഇത് ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തതാ. എന്തിന്? ലക്ഷ്മിയിലെ കോളേജിൽ റീയൂണിയൻ. അതുകൊണ്ട് അവർക്കൊക്കെ എന്റെ ഡാൻസ് കാണുന്നത് ഭയങ്കര ആഗ്രഹം. ഇയാളാര് മൈക്കിൾ ജാക്സണോ? പെർഫോമൻസ് നടത്താൻ വേണ്ടിട്ട് ഇയാൾക്ക് ആവുന്ന മണി വല്ലതും ചെയ്യടോ. അവിടെ മൂലിച്ചെങ്ങാനും പോയി അകത്തിരി. ഇയാളിപ്പോ എന്തോന്നാണ് ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഏട്ടൻ്റെ അടുത്ത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കാം. എന്തോന്ന്? ഏട്ടാ, നമ്മുടെ സുരഭി പിക്കിൾസ് ഉണ്ടല്ലോ, എനിക്ക് ഒന്നുകൂടെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹമുണ്ട്. കൊള്ളാം. അപ്പം അതിനു വേണ്ടിട്ടേ എനിക്ക് കുറച്ച് പൈസ വേണം. പൊന്നു മോനെ പ്രതീക്ഷേ, നിന്നെ പണ്ട് ഞാൻ കുറേ സഹായിച്ചതിന്റെ പേരില്ലേ ഞാൻ ഇന്ന് നല്ലൊരു എമൗണ്ട് പലിശ അടയ്ക്കണുണ്ട്. അതറിയാൻ ചേട്ടാ, അമ്മയുടെ അടുത്ത് ഇപ്പൊ ചോദിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല. അയ്യോ, എനിക്കിപ്പോ ഇത് പറയാനേ നിവർത്തിയുള്ളൂ. ഒരു കാര്യം ചെയ്യും, അമ്മ വസ്തുവൊക്കെ ഭാഗം വെക്കണം എന്നാ ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നീ ഒരു 5 സെന്റ് അതിൽ നിന്ന് കൂട്, നിന്റെ എല്ലാ കടങ്ങളും മാറും. അമ്മ അത് തന്നെ ആയിരിക്കും അല്ലേ ഉദ്ദേശിച്ചത്? ലക്ഷ്മി പറഞ്ഞത് അമ്മ ഡോക്യുമെന്റ് ഒക്കെ ആയിട്ട് വന്നല്ലേ. അവള് പറഞ്ഞതില് എന്തെങ്കിലുമൊക്കെ സത്യം കാണാതിരിക്കൂല. ആയിരിക്കുമല്ലേ? അത് കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ ഏട്ടാ, ഞാനൊരു ഒരേ പൊളി ഒരേ പൊളി. അതെനിക്ക് അയ്യോ 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 എടാ എടാ എനിക്ക് ഞായറാഴ്ച കുട്ടികൾ ഇതിനായിട്ട് മാറിയിട്ടില്ലേ? എടാ നിന്റെ ചേട്ടനല്ലേ കുറച്ച് എന്തൂസിയാസം കാണിച്ചൂടെ പ്രതീക്ഷ? എന്തൂസിയാസം? എടാ, ഞങ്ങള് വടക്കൂടിയതല്ല, പിന്നെ ഞങ്ങള് സ്നേഹത്തിൽ സന്തോഷത്തിൽ അർമാദിച്ചത്. എത്ര അർമാദിക്കാൻ തോന്നുന്നു? എടാ, അമ്മ സ്വത്തും കാര്യങ്ങളെല്ലാം ഡിവൈഡ് ചെയ്ത് മക്കൾക്ക് തരാൻ പോവാണ്. മനസ്സിലായില്ല. എടാ, അമ്മ സ്വത്ത് ഭാഗം വെക്കുവാന്ന്. ശരിക്കും ശരിക്കും അപ്പൊ നീ ശരിക്കും കോടീശ്വരനാവാന്നോ? ആയിരിക്കും. നിന്റെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയിട്ടാണ് എനിക്കൊന്ന് അർമാദിക്കാൻ. കൊള്ളാം കൊള്ളാം. എന്ത്? എടാ, കിട്ടണത് 2 എണ്ണം കൂടെ കൊണ്ട് പുട്ടടിച്ചിട്ട് അങ്ങനെ എന്റെ ഫ്രണ്ടിൽ വന്നാലാണ് ഇരിക്കണം. ഇയാളിതെന്ത്? ഞങ്ങൾ പൈസ ഇയാൾ ഞങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കാണാം. ഞാൻ ഡാൻസ് പ്രാക്ടീസ്. അല്ല ശരിക്കും മാളു ഇതൊക്കെ നിന്റെ പേരിൽ എഴുതി തരൂ? എടാ, സുരഭി വന്നു കഴിഞ്ഞാലേ എല്ലാം അറിയത്തുള്ളൂ. അമ്മ അപ്പോഴേ എല്ലാം പറയത്തുള്ളൂ. എന്താ ഒന്നും തീരുമാനമായിട്ടില്ല. ഇവർക്ക് എന്തേലും ആന്റി കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തേലും കിട്ടും. നൈസായിട്ട് പോയി ചോദിക്കും. നീ എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാനേ ഒരു 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 പത്യം ആലോചിച്ചതാ. പത്യം പറയത്തില്ലേ, എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജീവിതം വാർദ്ധക്യം അല്ലെങ്കിൽ മരണം. നല്ല ദിനം അമ്മ കാണട്ടെ. ഇത് പരിപാടിക്കൊള്ളാം. പറഞ്ഞത് എവിടെ കേട്ടിട്ടുണ്ടോ?